സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും PSC അംഗങ്ങളുടെ ശമ്പള വർധനയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ. ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളമാണ് PSC ചെയർമാന് ലഭിക്കുക. ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തീരുമാനം. മാത്രമല്ല PSC ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളം അതിന് തുല്യമായ ശമ്പളം നൽകുന്നതിനും തീരുമാനമെടുത്തിരിക്കുന്നു അല്ലേ? വിനീത, നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നീക്കമുണ്ടായിരുന്നു. വലിയ വിവാദത്തെ തുടർന്ന് ആ നീക്കം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ PSC അംഗങ്ങളുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്. എന്നിട്ടും ഈ PSCയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ ചെയർമാന്മാരുടെ ശമ്പളം കൂടി താരതമ്യം ചെയ്താണ് ശമ്പള പരിഷ്കരണം എന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. പക്ഷേ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തല്ല ഈ ശമ്പള വർധന എന്ന വിമർശനം. നേരത്തെ തന്നെ അങ്ങനെ ഒരു നീക്കമുണ്ടായപ്പോൾ തന്നെ അങ്ങനെ ഒരു വിമർശനം ഉയർന്നിരുന്നു. കാരണം പല മേഖലകളിലും ശമ്പള വർധനവ് മാത്രമല്ല, കുടിശ്ശിക DA കുടിശ്ശിക ഉൾപ്പെടെയുണ്ട്, പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം കണക്കില്ലാതെ കൂട്ടുന്നതിനെതിരെ ഉയർന്നപ്പോഴാണ് തൽക്കാലത്തേക്ക് ഒരു ശുപാർശ സർക്കാർ മന്ത്രിസഭ അംഗീകരിക്കാതിരുന്നത്. അത് മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അതിന് അംഗീകാരം നൽകുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് സൃഷ്ടിക്കും എന്ന വിമർശനമാണ് അന്ന് പ്രതിപക്ഷമടക്കം ഉയർത്തിയിരുന്നത്. ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ PSC ചെയർമാന് ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഉണ്ടായിരിക്കുന്നത്. വിനിത. റോഷിപാൽ, നിലവിൽ ചെയർമാൻ അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അത് വലിയ തുകയായി മാറുമല്ലേ? അവിനീത, ഇത് കുത്തനെ വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ ഇങ്ങനെ ഒരു ശുപാർശ വന്നപ്പോൾ തന്നെ അത് ഞെട്ടിക്കുന്ന ശമ്പള വർധനവ് എന്ന രീതിയിൽ തന്നെയാണ് വിമർശനം ഉയർന്നത്. മാത്രവുമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ശമ്പളം വർദ്ധിപ്പിക്കുന്നത് അത് കടുത്ത പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമെന്ന വിമർശനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വലിയ വിവാദമായതിന് പിന്നാലെയാണ് സർക്കാർ അതിന് അംഗീകാരം നൽകാതിരുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അന്ന് പ്രതിപക്ഷമടക്കം ഉയർത്തിയത്. കാരണം ഇത്രയും വലിയ ഒരു ബാധ്യത വരുത്തിവെക്കേണ്ടതില്ല എന്ന ആ വിമർശനവും ഉയർന്നു. ഏതായാലും ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ PSC അംഗങ്ങൾ ചെയർമാനടക്കം വലിയ ശമ്പളം നൽകുന്നത്. PSCയുടെ ശുപാർശയാണ്. ആ ശുപാർശ മാറ്റിവെച്ച ആ ശുപാർശക്ക് ഒടുവിൽ മന്ത്രിസഭ അംഗീകാരം നൽകി. പക്ഷേ ഇതിനുള്ള ഒരു വിശദീകരണം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ ചെയർമാൻ്റെ ശമ്പളമാണ്. അവിടെയുള്ള സാമ്പത്തിക പരിസ്ഥിതി അല്ല സംസ്ഥാനത്തെ സാമ്പത്തിക പരിസ്ഥിതി എന്ന വിമർശനമാണ് അന്ന് ശമ്പള വർധനവിനെ എതിർത്ത പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചത്. ഇതിനെ എതിർക്കുന്നവർക്ക് ഉന്നയിച്ചത് ആ സംസ്ഥാനങ്ങളെ, തൊട്ടടുത്ത ഓരോ സംസ്ഥാനങ്ങളിലെയും സാമ്പത്തിക പരിസ്ഥിതിയാണ്. ഇവിടെ വലിയ കടുത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു ഭാഗത്ത്. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ PSC അംഗങ്ങളുടെ ശമ്പള വർധനവ് വലിയ പ്രശ്നമാകുന്നു. സംസ്ഥാനത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സമരത്തിലാണ്. ഒരു ഭാഗത്ത് അവരുടെ DA കുടിശ്ശിക വിതരണം ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട്. ഒപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ 10 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓണറേറിയം ചെറിയ തോതിൽ കുടിശ്ശിക നൽകാം എന്നൊരു ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല അവരുടെ മറ്റാവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഭാഗത്ത് മറ്റൊരു വിഭാഗം ആളുകൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. റോഷിപാൽ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കെട്ടിടത്തൊഴിലാളി പെൻഷൻ സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് 16 മാസമായി അവർക്ക് പെൻഷൻ ലഭിച്ചിട്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം ഇത്തരത്തിൽ ശമ്പള വർധനയും ആനുകൂല്യ വർധനയും ഒക്കെ ഉണ്ടാകുന്നത് എന്നൊരു വൈരുദ്ധ്യവും ഉണ്ടല്ലോ. വിനിത, സംശയമില്ല. കാരണം ഇത് ക്രമാതീതമായ വർധനമാണ്. ഇത് കുത്തനെ ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി സമരങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ അവരുടെ വളരെ ചെറിയ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ്
ഇങ്ങനെ ആ സമരത്തോട് മുഖം തിരിച്ചുകൊണ്ട് ഇങ്ങനെ PSC അംഗങ്ങളുടെ ചെയർമാൻ്റെ അടക്കമുള്ള ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം അവർ പ്രതിഷേധമുയർത്തുകയാണ്. അവരുടെ DA കുടിശ്ശിക വിതരണം ചെയ്യുന്നില്ല, വർഷങ്ങളായി DA കുടിശ്ശിക വിതരണം ചെയ്യാതെ കിടക്കുന്നു, അവരുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നില്ല. അങ്ങനെയുള്ള പരാതികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ട്. മറുഭാഗത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി സർക്കാരിന് വിതരണം ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം PSC ചെയർമാൻ അടക്കം ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നീക്കം നടന്നതാണ്. അന്ന് നീക്കം നടന്നപ്പോൾ കടുത്ത എതിർപ്പ് ഉയർന്നതിന് പിന്നാലെ അത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് ആ നീക്കം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചത്. ഇത് PSCയുടെ ശുപാർശയാണ്. ആ ശുപാർശ വേണമെങ്കിൽ മന്ത്രിസഭയ്ക്ക് അത് മടക്കാം, സർക്കാരിന് അത് നിരാകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് PSCയുടെ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണമായി പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റു സംസ്ഥാനങ്ങളിലെ PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയൊക്കെ ശമ്പളം വളരെ വലുതാണ്. അതുമായി താരതമ്യപ്പെടുത്തി അതല്ലെങ്കിൽ ആ ശമ്പളം പരിശോധിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ വരുത്തിയിരിക്കുന്നത് എന്ന ഒരു വിശദീകരണം കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കടുത്ത എതിർപ്പ് സ്വാഭാവികമായും പ്രതിപക്ഷമടക്കം അന്ന് എതിർത്തതാണ്. പ്രതിപക്ഷത്തിൻ്റെയൊക്കെ എതിർപ്പ് അതിജീവിക്കേണ്ടി വരും സർക്കാർ. കാരണം ഈ പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ കുത്തനെ ന്യായീകരണമില്ലാതെ ശമ്പളം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ. ശരി, വ്യക്തമാണ്. ഏതായാലും 2 തവണ വിവാദങ്ങളെ തുടർന്ന് മാറ്റിവെച്ച ശുപാർശയ്ക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടിയിരിക്കുന്നതെന്നാണ് റോഷിബാൽ സൂചിപ്പിച്ചതുപോലെ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരു ഭാഗത്തുണ്ട്. ആശാ വർക്കർമാർ ഉൾപ്പെടെ ഒരുപടി ആളുകൾ അവിടെ സമരം തുടരുന്നതിനിടയിലാണ് സർക്കാരിന്റെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്ന ഒരു തീരുമാനം എന്ന് തന്നെ വിലയിരുത്തണം. റോഷിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.